നഴ്സറി അല്ല, ഇതൊരു പ്ലാന്റ്സിന്റെ സൂപ്പർ മാർക്കറ്റ് എന്ന് തന്നെ പറയാം. അത്രയധികം കളക്ഷൻസ് ഉണ്ട്, അഗ്ലോണിമ വെറൈറ്റീസ് ഉണ്ട്. എല്ലാ കൂട്ടുകാർക്കും മൈ ടോക്ക് നമുക്ക് ചുറ്റും ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിൽ കുറച്ച് അഗ്ലോണിമ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെറൈറ്റീസ് കളക്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ തൊട്ടടുത്തുള്ളൊരു നഴ്സറി വന്നേക്കാണ് അഗ്ലോണിമ പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ നഴ്സറി അല്ല, ഇതൊരു പ്ലാന്റ്സിന്റെ സൂപ്പർ മാർക്കറ്റ് എന്ന് തന്നെ പറയാം. അത്രയധികം കളക്ഷൻസ് ഉണ്ട്, അഗ്ലോണിമ വെറൈറ്റീസ് ഉണ്ട്. അഗ്ലോണിമ തന്നെ അല്ല കേട്ടോ, കലാത്തിയ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കാണാം. ഇതൊക്കെയാണ് പ്ലാന്റ്സ് ഇവിടെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതും അതെ, ഇതും വെറൈറ്റിയാണ്. ഇതെന്റെ കയ്യിലില്ല. നല്ല ഭംഗിയുണ്ട്, ഇലകളൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല വെറൈറ്റീസ് ആണ്, ഇലകൾ വളരെ ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. വേറെ വേറെ കളക്ഷൻസ് ആണ്. എൻ്റെ കയ്യിലില്ല അതൊന്നും. കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ഇതെല്ലാം തൂത്ത് വാരി കൊണ്ടുപോയിരുന്നു. നല്ല ഭംഗിയുള്ള ഇലകളാണ്. ബൊട്ടാണിക്കൽ ഹെവൻ എന്നാണ് ഈ ഗാർഡൻ്റെ പേര്. ഇത് മതിലകത്ത് പള്ളി വളവിലായിട്ടാണ് വരുന്നത്. അഗ്ലോണിമ കൂടാതെ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. ജമന്തി നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് എനിക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നി, ഈ ജമന്തി. എൻ്റെ കയ്യിൽ വെള്ള, മഞ്ഞ ഒക്കെ ഉണ്ട്, റെഡ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഇത് പീസ് ലില്ലിയാണ്. പീസ് ലില്ലി എൻ്റെ കയ്യിലുണ്ട്. പീസ് ലില്ലിയുടെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ്സുകളുണ്ട്. സി പ്ലാന്റ്സ് ഉണ്ട്. ഇവിടെ കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസ് ഇരിക്കുന്നുണ്ട്. അതിനിടയിലായിട്ട് ഇത് കണ്ടോ, കലേഡിയം വെറൈറ്റി ഉണ്ട്. കലേഡിയൻ എൻ്റെ കയ്യിൽ 3-4 വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു വെറൈറ്റിയാണ് കലേഡിയം. അഗ്ലോണിമയുടെ ഒരുപാട് വെറൈറ്റീസ് ഒരു സൈഡിലായിട്ട് ഇതെങ്ങനെ നല്ല ഭംഗിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. സ്നോ വൈറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇത് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. എൻ്റെ കയ്യിലില്ല. ഇവിടെ കുറച്ച് പോത്തോസ് ഉണ്ട്, മാർബിൾ പോത്തോസ് ഉണ്ട്. തൊട്ടടുത്തായിട്ട് ഇതാന്നൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിങ്ക് ഷെയ്ഡിലുള്ള അഗ്ലോണിമ പ്ലാന്റ്. അതിൻ്റെ ചെറുതും വലുതുമായ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. പിന്നെ തൊട്ടടിയിലായിട്ട് ഇത് തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ടായി, എൻ്റെ കണ്ണൂരിൽ പെട്ടില്ല. ഇതും ഇതേപോലെ തന്നെ അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ പ്ലാന്റ് പേരെന്താണെന്നറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. ഇൻഡോറാണ്. ഈ പ്ലാന്റ് വെറൈറ്റിയാണ്, നല്ല ഭംഗിയിൽ കാണാൻ. പേരറിയില്ല എന്താന്ന്. നല്ല രസമുണ്ട്. പിന്നെ തൊട്ടടുത്തായിട്ട് നമ്മളെ സ്നേക്ക് പ്ലാന്റിന്റെ മിനിയേച്ചർ ഇരിക്കുന്നുണ്ട്. അറിയാലോ, നമ്മളെല്ലാവരും ഇൻഡോറായിട്ട് വെക്കുന്നതാണ്. രാത്രി ഓക്സിജൻ കൂടുതൽ പുറത്തു വിടുന്ന ഒരു സസ്യമാണ് സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റ് ഇപ്പോൾ കൂടുതലും ആളുകൾ വീടിനുള്ളിലും റൂമിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ മിനിയേച്ചർ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സൺസവേരിയ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ വളരെ ഭംഗിയുള്ള മൂൺ കാറ്റ്കസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റ്കസ് വിഭാഗത്തിൽപ്പെട്ട മൂൺ കാറ്റ്കസ് വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സ് മൂൺ കാറ്റ്കസ് ഉണ്ട്. സക്കുലൻസ് വെറൈറ്റീസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭംഗിയുണ്ട്. കുറച്ച് സക്കുലൻസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ ഫ്രണ്ട് അയച്ചു തന്ന സക്കുലൻസ് കുറച്ച് കയ്യിലുണ്ട്. പക്ഷേ എങ്കിലും ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഇരിക്കുന്നുണ്ട്.
ഇത് CC പ്ലാന്റ് ബ്ലാക്ക്. ഇവിടെ 2 തരം CC പ്ലാന്റ് ബ്ലാക്ക് ഉണ്ട്. ഇത് നല്ല റേറ്റ് കൂടിയതാണ്. നമ്മളെ CC ഗ്രീനിനേക്കാളും റേറ്റ് കൂടുതലാണ് CC ബ്ലാക്കിന്. ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. CCയുടെ വേറൊരു ടൈപ്പാണിത്. ഒരുപാട് ചെറുപറ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 2 കളറാണ് കേട്ടുള്ളത്. ഇവിടെ റെഡ് ഉണ്ട്, അതുപോലെ തന്നെ യെല്ലോ കളറ്, ഓറഞ്ച് കളറ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. തൊട്ടടുത്തായിട്ട് നിറയെ പോത്തോസ് വെറൈറ്റീസ് ഉണ്ട്. കൂടാതെ പെപ്പറോമിയ പ്ലാന്റ്സ് ഉണ്ട്. ഈ പ്ലാന്റ് എനിക്ക് വളരെ ഇഷ്ടമുള്ള പ്ലാന്റ് ആണ്, എവർഗ്രീൻ. ഞാൻ ഒരുപാട് അന്വേഷിച്ചു. ഇതെൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷേ പോയി എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടി എവർഗ്രീൻ. പണ്ടൊക്കെ ഒരുപാട് പേര് ഇതുപോലെ തന്നെ വീടിൻ്റെ മുൻവശത്തൊക്കെ നല്ല ഭംഗി പിടിപ്പിച്ചിരുന്നു എവർഗ്രീൻ. മാർബിൾ പോത്തോസ് ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തൊട്ടപ്പുറത്തായിട്ട് ഫേൺസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഫേൺസ് വെറൈറ്റീസ് ഉണ്ട്. ഫിറ്റോണിയ പ്ലാന്റ് ഉണ്ട്. ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഫേൺസിൻ്റെ അടിയിൽ കലാത്തിയ വെറൈറ്റീസ് കാണാം. ഈ ഒരു വെറൈറ്റി എൻ്റെ കയ്യിലുള്ളൂ. ബാക്കിയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കലാത്തിയ പ്ലാന്റ്സ് ആണ്. ഇത് നോക്കിയേ, ഇതിൻ്റെ ഗ്രീൻ ഷെയ്ഡായിട്ടുള്ള എല്ലാവരുമായിട്ട് കോമൺ ആയിട്ട് ഉണ്ടാവാറുണ്ട്. എൻ്റെ കയ്യിലുണ്ട് ഗ്രീൻ. പക്ഷേ ഇത് നോക്കിയാൽ വൈറ്റ് ഷെയ്ഡായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. മാർബിൾ പോത്തോസ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കണത് നല്ല ഭംഗിയുണ്ട് കാണാൻ. വലുതും ചെറുതുമായിട്ടുള്ള പോത്തോസ് ഉണ്ട്. ഫിലോഡെൻഡ്രോൺ ഉണ്ട്. ഇതൊക്കെ അഗ്ലോണിയമയുടെ വെറൈറ്റിയാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് അതെ സ്നോ വൈറ്റ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇല കണ്ടോ, ഇത് കുറച്ചുകൂടി വലിയ ഇലയാണ്. മോണസ്റ്റീറ പ്ലാന്റ്സ് വെറൈറ്റീസ് നല്ല ഭംഗിൻ്റെ ലീഫ്. ഇതിൻ്റെ ചെറുതാണ് എൻ്റെ കയ്യിലുള്ളത്. ഫേൺസ്. ഇത് വളരെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അഗ്ലോണിയമയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ലീഫ് നോക്കി നല്ല വ്യത്യാസമുണ്ട്. അടുത്തൊന്നും ഈ പ്ലാന്റ്സ് കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിന്റെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള കളക്ഷൻ കാണാം. ഫേണിന്റെ ചെറിയ വെറൈറ്റീസ് ആണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷെ നോക്കിയേ, ഫേണിന്റെ വലിയൊരു പ്ലാന്റ് തന്നെ നമുക്ക് കാണാം. ഇവിടെ ചെറിയ ചെറിയ
ഫേൺസ് നമ്മൾ ഹാങ് ചെയ്തിടുന്നതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇത് വളരെ റയറാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന്റെ ഇലകളുടെ സൈസ് നോക്കി, വളരെ വലുതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. താമരൊക്കെ വിരിഞ്ഞ് നിൽക്കണ പോലെ തോന്നുന്നുണ്ട് കണ്ടു കഴിഞ്ഞാല്. തൊട്ടിപ്പുറത്തായിട്ട് തലയിടിയും ഇതുപോലെ തന്നെ ചെറിയ ഇലകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. വലിയ ഇലകളായിട്ടുള്ള ഇതും ഒരു റയറാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. വലിയ ഇലകളാണ് കണ്ടോ. ഈ കലാത്തിയ നല്ല ഭംഗിയുണ്ട്. നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പ്ലാന്റിൻ്റെ നെയിം കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് 2 മൾട്ടി പെറ്റലിൻ്റെ അഡീനിയം പ്ലാന്റ്സ് ഞാൻ നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ പ്ലാന്റ് നല്ലോണം നോക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക, പേര് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ബൊട്ടാണിക്കൽ ഹെവൻ്റെ നമ്പറും കോണ്ടാക്ട് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്ലാൻസ് കൊറിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അവരുടെ നമ്പർ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.